ഹലോ. അപ്പോൾ നമ്മൾ രണ്ടാളുണ്ട്. ഫുഡ് ആൻഡ് ട്രാവൽ TTCന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാൾ കൂടിയിട്ടാണ് ചെറിയൊരു യാത്ര പോയത്. അപ്പം ബാക്കിൽ കാണുന്നത് തേക്ക് മ്യൂസിയം ആണ്, നിലമ്പൂര്. തേക്കിനെ പറ്റിയിട്ടുള്ള പല അറിവുകളും ഇവിടുന്ന് കിട്ടാനുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര വന്നത് KSRTCന്റെ ആനവണ്ടി ട്രാവൽ എന്താണെന്ന് പറയാ അല്ലേ? KSRTC നമ്മൾ പൊതുവെ പറയുന്ന KSRTC ആനവണ്ടിന്ന്. അപ്പൊ ആനവണ്ടിയിലെ നമ്മളെ ആദ്യത്തെ ട്രിപ്പാണ്. നമ്മൾ ആദ്യമായിട്ടാണ് KSRTCന്റെ ട്രിപ്പിൽ വരുന്നത്. നല്ലൊരു അനുഭവമാണ്. അപ്പോൾ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ആനവണ്ടിയിലെ സ്റ്റാർട്ടിങ് ഇവിടെ എത്തുന്നവരെയുള്ള ചെറിയൊരു വീഡിയോ, കൂടുതലിട്ട് വർപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ തേക്ക് മ്യൂസിയം അതുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുള്ള ലോകത്തിലെ ആദ്യത്തെ തന്നെ തേക്ക് മ്യൂസിയം. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവേശനം. അപ്പം കയറുമ്പം തന്നെ ഇടത്തുഭാഗത്തൊരു മുളങ്കാടും വലത്തുഭാഗത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനവുമാണ് ഒരുക്കിയിട്ടുള്ളത്. ആദ്യം തന്നെ പ്രവേശന ടിക്കറ്റ് എടുക്കണം. മുതിർന്നവർക്ക് 50 രൂപയും 5 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 15 രൂപയും. നമ്മൾ KSRTCൻ്റെ പാക്കേജിൽ വന്നതുകൊണ്ട് അതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള പൈസയാണ് ഇവർ വാങ്ങിക്കുന്നത്. 1995 നിലമ്പൂരിൽ തേക്ക് മ്യൂസിയം ആരംഭിക്കുന്നത്. തേക്ക് മ്യൂസിയത്തിൻ്റെ മുൻഭാഗത്തായിട്ട് മനോഹരമായിട്ട് ഒരു ഫൗണ്ടനൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ടേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ തേക്കിനെ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്നത് 55 വർഷത്തോളം പഴക്കമുള്ള ഒരു തേക്കിൻ്റെ, അതായത് 55 വർഷം ജീവിച്ച ഒരു തേക്കിൻ്റെ വേര് ഭാഗമാണ് മുന്നിൽ തന്നെ ഇവർ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മ്യൂസിയത്തിൻ്റെ അകത്തേക്കുള്ള പ്രവേശന കവാടമാണ്. പ്രവേശന കവാടവും തേക്ക് മരത്തിൽ നല്ല കൊത്തുപണികളും ഒക്കെയായിട്ട് മനോഹരമായിട്ടാണ് ആക്കിയിട്ടുള്ളത്. 1840 ബ്രിട്ടീഷുകാരാണ് ആദ്യമായിട്ട്, അതായത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് തേക്ക് പ്ലാന്റേഷൻ നമ്മുടെ നിലമ്പൂരിൽ ആരംഭിക്കുന്നത്. തേക്കിൻ്റെ ചരിത്രപരമായ അടയാളങ്ങൾ ഒക്കെ സംരക്ഷിക്കുവാൻ വേണ്ടി 1995 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലാണ് ഈ ഒരു മ്യൂസിയം ആരംഭിക്കുന്നത്. നമ്മുടെ ഈ ഒരു യാത്രയിൽ കനോലി പ്ലോട്ട് കൂടി ഉൾപ്പെടേണ്ടതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ചാലിയാർ പുഴ കുത്തൊഴുക്ക് കാരണം ഈ തവണ കനോലി പ്ലോട്ടിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തവണ നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് കനോലി പ്ലോട്ട് നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, തേക്കിൻ്റെ A to Z കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ എല്ലാ കാര്യങ്ങളും അവിടെ ചാർട്ടിൽ ബ്രീഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു തേക്കിൻ്റെ ചുവട് ഭാഗമാണ്. അതായത് 450 വർഷത്തിൽ ഏറെ ജീവിച്ച, അതിനുശേഷം മുറിച്ചു മാറ്റപ്പെട്ട തേക്കിൻ്റെ ചുവട് ഭാഗമാണ് ഇത്. ഇതുപോലത്തെ തേക്കിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ തലമുറയെ അറിയിക്കുവാൻ വേണ്ടി ഒക്കെയാണ് ഈ ഒരു മ്യൂസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ തേക്ക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പലതരത്തിലുള്ള ഫർണിച്ചറുകളുടെ പ്രദർശനം, അതുപോലെ തന്നെ ആർട്ട് ഗാലറി, അതായത് പൂർണ്ണമായിട്ട് തേക്ക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആർട്ട് ഗാലറി, പല ഡിസൈനിൽ പല സാധനങ്ങൾ, അതുപോലെ തന്നെ പരമ്പരാഗത വിളവെടുപ്പ് ഉപകരണങ്ങൾ, പിന്നെ താഴികക്കുടം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കാണുവാനും, അതുപോലെ തന്നെ ഇതുവരെ നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും തേക്കിനെ പറ്റി മനസ്സിലാക്കുവാനും ഈ ഒരു മ്യൂസിയത്തിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്നത് പല പ്രായത്തിൽ മുറിച്ചു മാറ്റപ്പെട്ട തേക്കിൻ്റെ ഭാഗങ്ങളാണ്. നമ്മുടെ KSRTC നടത്തുന്ന ഈ ഒരു ട്രിപ്പ്, അതായത് ആനവണ്ടിയിലെ ഉല്ലാസയാത്ര, വെറുമൊരു ഉല്ലാസ യാത്ര മാത്രമല്ല, നമുക്ക് ഇതുവരെ കിട്ടാത്ത പല അറിവുകളും ഇവിടുന്ന് നമുക്ക് കിട്ടി. അതായത് തേക്കിനെ പറ്റി ഇതുവരെ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും ഇവിടുന്ന് കിട്ടി. ഇതും ഒക്കെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച തേക്ക് കൊണ്ടുള്ള പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ്.
നമ്മൾ രാവിലെ 5:30 മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടിട്ട് രാവിലത്തെ ഭക്ഷണം ഒക്കെ വഴിക്കുന്ന് നല്ല ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് രാവിലെ ഒരു 10 മണിക്ക് ശേഷം 10:30ക്കുള്ളിലായിട്ടാണ് നിലമ്പൂർ ഈ ഒരു മ്യൂസിയത്തിൽ എത്തിയത്. ഏകദേശം ഒരു 12 മണി വരെ നമ്മളവിടെ ചിലവഴിച്ചു. പത്തായം, അതായത് ഇന്നത്തെ തലമുറ കാണാത്ത പല സാധനങ്ങളും നമുക്ക് അവിടുന്ന് കാണുവാൻ പറ്റി. പിന്നെ തേക്ക് മ്യൂസിയത്തിൻ്റെ തൊട്ട് പിന്നിലായിട്ട് മനോഹരമായിട്ടുള്ള ഗാർഡൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആദ്യം തേക്ക് മ്യൂസിയത്തിൽ കയറിയിട്ട് തേക്ക് മ്യൂസിയത്തിലെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഗാർഡനിൽ പ്രവേശിക്കാൻ പറ്റും. അതായത് ഗാർഡനിലും പല തരത്തിൽ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള ഇതാണ് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ഓർക്കിഡിൻ്റെ ഒരു സെക്ഷനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓർക്കിഡിൻ്റെ പല ചെടികളും ഇവിടെ നമുക്ക് കാണുവാൻ പറ്റും. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും പ്രവേശനമില്ല ഇവിടെ. ഒറ്റത്തവണ ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒന്നും അകത്തേക്ക് പ്രവേശനമില്ല. പിന്നെ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. അതിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള നമ്മളിതുവരെ കാണാത്ത പൂമ്പാറ്റകളെ ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണുവാൻ വേണ്ടി പറ്റുന്നതാണ്. അതൊന്നും ക്യാമറയിൽ കിട്ടുന്നുണ്ടോയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കണ്ണിൽ അത്തരത്തിലുള്ള പല തരത്തിലുള്ള പൂമ്പാറ്റകളൊക്കെ അവിടെ ആ ചെടികളിലും പൂക്കളിലും ഒക്കെ ആയിട്ട് പാറിപ്പറന്ന് നടക്കുന്നത് കാണാൻ പറ്റും. ഫോട്ടോസും റീൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്ക് വളരെ നല്ലൊരു സ്ഥലമാണ്. മുകളിലൊരു പുലി നോക്കുന്നുണ്ടോ? പലതരത്തിലുള്ള ചെടികളൊക്കെ ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ പടർത്തിയിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീൽസ് ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്ക് വളരെ നല്ലൊരു സ്ഥലമാണ്. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വൈബായിരിക്കും. ഒരു ചേട്ടൻ അവിടുന്ന് ഗാർഡനൊക്കെ സെറ്റാക്കുന്നുണ്ട്. പുതുതായിട്ട് ഇനി ആനേൻ്റെ രൂപമൊക്കെ അവിടെ ഒരുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഓരോ ഗാർഡനിലേക്കുള്ള ആരോ മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓരോ സ്ഥലത്തേക്കുള്ളതും. ഇതുവരെ ഇവിടെയൊന്നും വരാത്തവർ തീർച്ചയായിട്ടും വന്നിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ പലതും ഒഴിവാക്കിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത് ഇവിടുത്തെ വ്യൂ പോയിൻ്റാണ്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ഗാർഡൻ്റെ മൊത്തം വ്യൂ നല്ലൊരു ഫ്രെയിമിൽ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് പറ്റും. മുകളിൽ കയറിയിട്ട് കാണുന്നത് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. നല്ല ഫോട്ടോസും ഒക്കെ അവിടെ നമുക്ക് എടുക്കുവാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ആദ്യമേ ഫ്രണ്ടിൽ തന്നെ ഒരു സൈഡിൽ എത്തി. അവിടെ കുട്ടികളുടെ പാർക്കും കാര്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ഒരു ആനവണ്ടിയിലെ ഉല്ലാസയാത്രയുടെ കൂടുതൽ വീഡിയോകൾ കൂടി പുറകെ വരാനുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.